നിങ്ങൾ വയ്ക്കുന്ന ഓരോ ചുവടിലും ഒരു പാമ്പിനെ ചവിട്ടാൻ സാധ്യതയുള്ള ലോകത്തിലെ ഏറ്റവും അപകടകരമായ ഒരിടത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? ബ്രസീലിലുള്ള സാവോ പോളോ കടൽത്തീരത്ത് നിന്ന് 33 കിലോമീറ്റർ അകലെ കടലിന് നടുവിലാണ് ഈ വിചിത്രമായ ദ്വീപുള്ളത്. ഇൽഹാ ഡ ക്യുമാഡ ഗ്രാൻഡെ എന്നാണ് ഇതിന്റെ പേരെങ്കിലും ലോകം ഇതിന് ഭീതിയോടെ വിളിക്കുന്നത് സ്നേക്ക് ഐലൻഡ് എന്നാണ്. വെറും 43 ഹെക്ടർ മാത്രം വിസ്തീർണമുള്ള ഈ മണ്ണിൽ 2000 മുതൽ 4000 വരെ പാമ്പുകളാണുള്ളത്. അതായത് ഒരു ചതുരശ്ര മീറ്ററിന് ഒരു പാമ്പ് എന്ന് കണക്ക് കൂട്ടിയാൽ പോലും നിങ്ങൾ വയ്ക്കുന്ന ഓരോ ചുവടിലും ഒരു പാമ്പിനെ ചവിട്ടാൻ സാധ്യതയുണ്ട്. ഇവിടെയുള്ള പാമ്പുകളൊന്നും സാധാരണക്കാരല്ല. ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഗോൾഡൻ ലാൻസ് ഹെഡ് വൈപ്പർ. ഈ വർഗത്തിൽപ്പെട്ട പാമ്പുകൾ ഈ ലോകത്ത് ഈ ദ്വീപിൽ മാത്രമാണ് ജീവിക്കുന്നത്. ഇതിന്റെ വിഷം എത്ര മാരകമാണെന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ മാംസത്തെ അതുപോലെ ഉരുക്കിക്കളയാനുള്ള കഴിവ് ഇതിനുണ്ട്. ഈ പാമ്പ് കടിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു മനുഷ്യൻ മരിച്ചുപോകാൻ വലിയ സാധ്യതയുണ്ട്. ഇതിന്റെ വിഷം സാധാരണ പാമ്പുകളെ അപേക്ഷിച്ച് 3 മുതൽ 5 മടങ്ങ് വരെ വളരെ പവർഫുള്ളാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഇവിടെ മാത്രം എങ്ങനെ ഇത്രയധികം പാമ്പുകൾ വന്നു എന്ന്. ഏകദേശം 11,000 വർഷങ്ങൾക്ക് മുൻപ് സമുദ്രനിരപ്പ് ഉയർന്നതിനാൽ ബ്രസീൽ മെയിൻലാൻഡിൽ നിന്നും ഈ ദ്വീപ് ഒറ്റപ്പെട്ടുപോയി. അങ്ങനെ വേർപിരിയുമ്പോൾ ഈ പാമ്പുകളെല്ലാം ആ ദ്വീപിൽ കുടുങ്ങിപ്പോയി. അവിടെ ആവശ്യത്തിന് ആഹാരമില്ലാത്തതിനാൽ ഈ പാമ്പുകൾ അവിടെ വരുന്ന പക്ഷികളെ വേട്ടയാടി തിന്നാൻ തുടങ്ങി. പക്ഷികളെ വേട്ടയാടുന്നതിനു വേണ്ടി തന്നെ എവല്യൂഷന്റെ ഭാഗമായി ഇതിന്റെ വിഷം വളരെ പെട്ടെന്ന് പ്രവർത്തിക്കുന്ന രീതിയിൽ കാലക്രമേണ പരിണമിച്ചു. 1900ന്റെ തുടക്കത്തിൽ ഈ ദ്വീപിൽ ഒരു ലൈറ്റ് ഹൗസ് നിർമ്മിക്കപ്പെട്ടു. അത് പരിപാലിക്കുന്നതിനായി ഒരു കുടുംബം അവിടെ താമസിച്ചിരുന്നു. എന്നാൽ ഒരു ദിവസം രാത്രി ജനലിലൂടെ അകത്തു കയറിയ പാമ്പുകൾ ആ കുടുംബത്തിലെ എല്ലാവരെയും കൊന്നുകളഞ്ഞു. അതിനുശേഷം ബ്രസീൽ സർക്കാർ ഈ ദ്വീപിനുള്ളിലേക്ക് സാധാരണക്കാർ ആരും പോകാൻ പാടില്ല എന്ന് നിരോധനം ഏർപ്പെടുത്തി. ഇപ്പോൾ ആ ലൈറ്റ് ഹൗസ് ഓട്ടോമാറ്റിക് സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. വർഷത്തിലൊരിക്കൽ ബ്രസീൽ നാവികസേന മാത്രം അവിടെ പോയി മെയിന്റനൻസ് നടത്തിവരുന്നു. ഒരുപക്ഷെ ഗവേഷകർക്ക് അവിടെ പോകണമെന്ന് തോന്നിയാൽ ബ്രസീൽ സർക്കാരിന്റെ പക്കൽ നിന്ന് ഔദ്യോഗികമായി അനുവാദം വാങ്ങിയിട്ട് മാത്രമേ പോകാൻ സാധിക്കൂ. അങ്ങനെ പോകുമ്പോൾ കൂടെ ഒരു ഡോക്ടറെയും കൊണ്ടുപോകണം എന്ന കർശനമായ നിയമമുണ്ട്. ഇത്രയധികം അപകടങ്ങളുണ്ടെങ്കിലും കരിഞ്ചന്തയിൽ ഈ പാമ്പുകൾക്ക് വലിയ ഡിമാൻഡുണ്ട്. ഒരു ഗോൾഡൻ ലാൻസെഡ് പാമ്പിന്റെ വില ഏകദേശം 10 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെ ആകുമത്രേ. ഇതുകൊണ്ടുതന്നെ ജീവൻ പണയപ്പെടുത്തി ചില ആളുകൾ അവിടെ പോയി പാമ്പുകളെ മോഷ്ടിച്ചു കൊണ്ടുവരുന്നു. ഈ ദ്വീപിന് എന്തുകൊണ്ടാണ് ക്യുമാഡ ഗ്രാൻഡെ എന്ന പേര് വന്നതെന്നറിയാമോ? പോർച്ചുഗീസ് ഭാഷയിൽ ക്യുമാഡ എന്നാൽ കത്തിച്ച എന്നാണ് അർത്ഥം. ആ കാലത്ത് ഈ ദ്വീപിലുണ്ടായിരുന്ന കാടുകൾ കത്തിച്ച് അവിടെ വാഴത്തോട്ടമുണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അവിടെയുണ്ടായിരുന്ന പാമ്പുകളുടെ ശല്യം കാരണം ആ ശ്രമം പരാജയത്തിൽ അവസാനിച്ചു. അതുകൊണ്ടാണ് ഇതിന് ആ പേര് വന്നത്. ഇവിടെയുള്ള പാമ്പുകൾ വളരെ ബുദ്ധിശക്തിയുള്ളവരാണ്. ഇവർ പക്ഷികളെ മാത്രമല്ല വേട്ടയാടുന്നത്. ചില സമയങ്ങളിൽ വിവിധയിനം ഇഴജന്തുക്കളെപ്പോലും ഇവർ വിശപ്പിനു വേണ്ടി പിടിച്ചു തിന്നും. ഈ ദ്വീപിൽ ഈ പാമ്പുകൾക്ക് നേരിടേണ്ടി വരുന്ന പ്രധാന വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ഭക്ഷണക്ഷാമം തന്നെയാണ്. പക്ഷികൾ വരാത്ത കാലത്ത് ഈ പാമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുകയും ചെയ്യും. ഇതുകൊണ്ട് തന്നെയാണ് ഈ പാമ്പുകളുടെ എണ്ണം ഒരു നിശ്ചിത അളവിന് മുകളിൽ കൂടാതെ പ്രകൃതി നിയന്ത്രിക്കുന്നതും. മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ ഗോൾഡൻ ലാൻസ് ഹെഡ് പാമ്പുകൾ എന്തുകൊണ്ടാണ് സ്വർണ്ണ നിറത്തിലിരിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇത് ആ ദ്വീപിലുള്ള ഉണങ്ങിയ ഇലകളുടെയും മരങ്ങളുടെയും നിറവുമായി കൃത്യമായി ഒത്തുപോകും. ഇത് കാരണം പക്ഷികൾക്ക് ഈ പാമ്പ് അവിടെയുള്ള കാര്യം മനസ്സിലാവില്ല. ഇതിനെയാണ് കാമഫ്ലാജ് എന്ന് വിളിക്കുന്നത്. 1920കൾക്ക് മുൻപ് വരെ ആ ലൈറ്റ് ഹൗസിൽ ഉണ്ടായിരുന്നവർ പാമ്പുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വിചിത്രമായ മാർഗം സ്വീകരിച്ചിരുന്നു. അവർ ആ ദ്വീപിൽ ചില നായ്ക്കളെ വളർത്തിയിരുന്നു. പക്ഷേ ആ നായ്ക്കളും ഈ പാമ്പുകളുടെ കടിയേറ്റ് ചത്തുപോയി. അതുകൊണ്ടാണ് ബ്രസീൽ നേവി ഇപ്പോൾ അവിടെ പോകുമ്പോൾ വളരെയധികം സുരക്ഷാ കവചങ്ങൾ ധരിച്ചു പോകുന്നത്. അവർ ധരിക്കുന്ന ആ ബൂട്ട്സുകൾ വളരെ കട്ടിയുള്ളതായിരിക്കും. പാമ്പുകൾ കടിച്ചാലും ഉള്ളിലേക്ക് കയറില്ല. ഗവേഷകർ ഈ ദ്വീപിലെ ഒരു അത്ഭുതകരമായ കാര്യം കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ പാമ്പുകൾക്ക് ബ്ലാക്ക് മാംബയുടേതുപോലുള്ള വിഷമില്ലെങ്കിലും ഇതിന്റെ വിഷം മനുഷ്യന്റെ പേശികളെ വളരെ പെട്ടെന്ന് അഴുകിക്കളയും. ഈ പാമ്പുകളുടെ മേറ്റിംഗ് കാലം വളരെ വ്യത്യസ്തമാണ്. ഒരു തവണ കുറച്ചു കുഞ്ഞുങ്ങളെ മാത്രമേ പ്രസവിക്കുകയുള്ളൂ. ഇതുകൊണ്ടാണ് ഈ വർഗത്തിൽപ്പെട്ട പാമ്പുകൾ വംശനാശ ഭീഷണി നേരിടുന്ന ഇനം എന്ന പട്ടികയിലുള്ളത്. ഈ ലോകത്ത് ഈ ഒരു ദ്വീപിൽ മാത്രമാണ് ഇവ ജീവിക്കുന്നത്. വേറെ ഒരിടത്തും നിങ്ങൾക്ക് ഈ പാമ്പുകളെ കാണാൻ കഴിയില്ല. ഒരുപക്ഷെ ഈ ദ്വീപിൽ എന്തെങ്കിലും പ്രകൃതിക്ഷോഭം സംഭവിച്ചാൽ ഈ വംശം മുഴുവനായി നശിച്ചു പോകും. അതുകൊണ്ടാണ് അന്താരാഷ്ട്ര പ്രകൃതി സംരക്ഷണ സംഘടന ഈ പാമ്പുകളെ വളരെ പ്രാധാന്യത്തോടെ നിരീക്ഷിച്ചു വരുന്നത്. നമ്മുടെ നാട്ടിലുള്ള പാമ്പുകളെ കണ്ടാൽ തന്നെ നമ്മൾ പേടിക്കുന്നു. എന്നാൽ ഒരു ദ്വീപ് മുഴുവനും ഇതുപോലെയുള്ള അപകടകാരികളായ പാമ്പുകൾ ഉണ്ടെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ വലിയ അത്ഭുതം തോന്നുന്നില്ലേ? ഈ ദ്വീപിന്റെ തറഭാഗം മുഴുവൻ പാറകളും ഇടതൂർന്ന കാടുകളും നിറഞ്ഞതാണ്. ഇവിടെ നടക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല.
ഒരുപക്ഷേ നിങ്ങളൊരു സാഹസിക പ്രിയൻ എന്ന നിലയിൽ അവിടെ പോകാൻ ആഗ്രഹിച്ചാൽ അത് നിയമപരമായി കുറ്റകരമാണ്. ലംഘിച്ചു പോയാൽ വലിയ പിഴയും തടവ് ശിക്ഷയും ലഭിക്കാൻ സാധ്യതയുണ്ട്. ഗവേഷകർ ഇവിടെ പോയി ഈ പാമ്പുകളുടെ വിഷമെടുത്ത് അതിൽ നിന്നും പല മരുന്നുകളും നിർമ്മിക്കുന്നുണ്ട്. പ്രധാനമായും രക്തസമ്മർദ്ദം, ഹൃദ്രോഗങ്ങൾ എന്നിവയ്ക്കുള്ള മരുന്നുകൾ ഇതിൽ നിന്നെടുക്കുന്നു. ഈ പാമ്പുകളുടെ വിഷം മരുന്ന് നിർമ്മാണത്തിന് എത്രത്തോളം പ്രധാനമാണെന്ന് വെച്ചാൽ 1 ഗ്രാം വിഷത്തിന് ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വിൽക്കപ്പെടുന്നു. ഇതുകൊണ്ടാണ് കള്ളത്തരത്തിൽ അവിടെ പോയി പാമ്പുകളെ പിടിക്കാൻ പലരും ശ്രമിക്കുന്നത്. പ്രകൃതി ഒരു വശത്ത് അപകടകാരിയാണെങ്കിലും മറുഭാഗത്ത് അത് മനുഷ്യർക്ക് ആവശ്യമായ മരുന്നുകളും കരുതി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ പ്രകൃതിയെ ശല്യപ്പെടുത്താതെ ഇരിക്കുന്നിടത്തോളം കാലം മാത്രമേ അത് നമുക്കും ഉപയോഗിക്കാൻ കഴിയൂ. ചുരുക്കത്തിൽ, മനുഷ്യവാസമില്ലാത്ത ഈ മാരക ദ്വീപ് പ്രകൃതിയുടെ ഒരു വിചിത്രമായ പരീക്ഷണശാലയാണ്. ഒറ്റപ്പെട്ടുപോയ ഒരു ഭൂവിഭാഗത്തിൽ അതിജീവനത്തിനായി ഒരു ജീവിവർഗം എങ്ങനെയൊക്കെ പരിണമിക്കുമെന്ന് സ്നേക്ക് ഐലൻഡ് നമ്മെ പഠിപ്പിക്കുന്നു. ഭയപ്പെടുത്തുന്ന ഒരിടം എന്നതിലുപരി വംശനാശ ഭീഷണി നേരിടുന്ന ഒരു അപൂർവ ജീവിവർഗത്തിന്റെ ഏക അഭയസ്ഥാനം കൂടിയാണിത്. അതുകൊണ്ടുതന്നെ ആധുനിക ലോകത്തിന്റെ കടന്നുകയറ്റങ്ങളിൽ നിന്ന് ഈ ദ്വീപിനെ സംരക്ഷിക്കുക എന്നത് പ്രകൃതിയുടെ തുലനാവസ്ഥ നിലനിർത്താൻ അനിവാര്യമാണ്. മനുഷ്യർക്ക് പ്രവേശനമില്ലാത്ത ഈ നിഗൂഢ ഭൂമി പാമ്പുകളുടെ സാമ്രാജ്യമായി ഇന്നും കടലിനു നടുവിൽ ഒരു പേടി സ്വപ്നമായി നിലകൊള്ളുന്നു. അവിടെ എത്ര 1000 പാമ്പുകളുണ്ടെന്ന് ആർക്കും കൃത്യമായി പറയാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അവിടെ പോകുന്നത് ആത്മഹത്യയ്ക്ക് തുല്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ദ്വീപിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് കമൻറ്റിൽ പറയുക. കൂടാതെ ഇതുപോലുള്ള രസകരമായ വീഡിയോകൾക്കായി സ്റ്റോറിഫ്ലിക്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ കാണാം. പരക്കട്ടെ പ്രകാശം.